എറണാകുളം സൗത്ത് വാഴക്കുളത്തെ പാരിയത്ത് കാവിലെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ അഭിഭാഷക കമ്മീഷനും പോലീസും 11ാം തവണയും എത്തി. പക്ഷേ ഇന്നും പ്രതിഷേധമുണ്ടായി. കോടതി വിധിയെ തുടർന്ന് ഒഴിപ്പിക്കാനെത്തിയ അധികാരികളെ പ്രതിഷേധക്കാർ വഴിയിൽ തടയുകയായിരുന്നു. തങ്ങളുടെ ഭാഗം കേൾക്കാൻ സുപ്രീം കോടതി വീണ്ടും തയ്യാറായിരിക്കുമ്പോൾ മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ ധൃതി പിടിച്ചുള്ള നടപടി അനുവദിക്കില്ല എന്നാണ് സമരക്കാരുടെ നിലപാട്. പാരിയത്ത് കാവിലെ 8 പട്ടികജാതി കുടുംബങ്ങൾ തങ്ങളുടെ അതിജീവനത്തിന് വേണ്ടിയിട്ട്, തങ്ങളുടെ ഭൂമിക്ക് വേണ്ടിയിട്ട് സമരത്തിലാണ്. അവരുടെ പ്രതിഷേധം നിയമ സംവിധാനങ്ങൾക്ക് എതിരെയായി മാറുന്നത് ദൗർഭാഗ്യകരമാണ്. ഈ ജനതയ്ക്ക് ഒരു പ്രത്യാശ നൽകുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വമായി, ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന്റെ തലവേദനയായി ഇപ്പോഴും തുടരുന്നു. അഭിഭാഷക കമ്മീഷനും സമരക്കാരും തമ്മിൽ വലിയ വാക്കേറ്റമാണ് ഇന്ന് സൗത്ത് വാഴക്കുളത്തെ പാരിയത്ത് കാവിൽ നടന്നത്. എറണാകുളം പാരിയത്ത് കാവിൽ അഭിഭാഷക കമ്മീഷൻ എത്തുന്നത് 11ാം തവണയാണ്. സുപ്രീം കോടതി വരെ കയറിയ ഭൂമിത്തർക്കമാണ് ഇവിടുത്തേത്. ഇതുവരെയും പരിഹാരമായിട്ടില്ല. ഇവിടെ നിന്നിറങ്ങിയാൽ മറ്റെവിടേക്ക് പോകും എന്ന വ്യാകുലതയിലാണ് 8 പട്ടികജാതി കുടുംബങ്ങൾ. ഈ സമരം എന്ന് പറഞ്ഞാൽ ഇവരെ ഇന്നങ്ങ് ഇറക്കിവിട്ടാൽ ക്യാൻസർ രോഗികളും വൃക്ക രോഗികളും ഉള്ള മാരകമായ അസുഖം വരുന്ന 4-5 കുടുംബങ്ങൾ ഇതിനകത്തുണ്ട്. 4 കുടുംബനാഥന്മാർക്ക് ക്യാൻസറാണ്. അവരെന്ത് ചെയ്യും തെരുവിലേക്ക് പോയാൽ? താമസക്കാർക്ക് പ്രതികൂലമായി കോടതി വിധി വന്നതിനെ തുടർന്നാണ് ഒഴിപ്പിക്കൽ നടപടിയുമായി അഭിഭാഷക കമ്മീഷൻ മുന്നിട്ടിറങ്ങിയത്. കണ്ണാട്ട് ശങ്കരൻ നായരുടെ കുടുംബം അവകാശം ഉന്നയിക്കുന്ന ഈ ഭൂമിയിൽ തങ്ങൾ 60 വർഷമായി ജീവിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. ഇവിടം ആരുടെയും സ്വകാര്യ സ്വത്തല്ലെന്നും സർക്കാർ പുറമ്പോക്ക് ഭൂമിയായ ഇവിടെ നിന്നും കുടിയിറക്കരുത് എന്നും വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നുമാണ് സമരക്കാരുടെ ആവശ്യം. CPIM-ന്റെ പിന്തുണയോടെയാണ് അഭിഭാഷക കമ്മീഷനെയും സംഘത്തെയും തടഞ്ഞത്. മുൻ സുപ്രീം കോടതി വിധി ഇവർക്കെതിരെയാണ് വന്നത്. എന്നാൽ വീണ്ടും തങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞ സാഹചര്യത്തിൽ ഇവിടെ നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ടതില്ല എന്നാണ് ഇവരുടെ തീരുമാനം. അവർ പറയുന്നത് ഈ 2.5 ഏക്കറാണ് അവരുദ്ദേശിക്കുന്നത്. പക്ഷേ ഈ 19 ഏക്കർ പുറമ്പോക്കാണ് രേഖകളിൽ, പഴയ രേഖ മൊത്തത്തിൽ. അതിനകത്ത് ഇഷ്ടംപോലെ ആൾക്കാർ, നമ്മുടെ ഒരു മുസ്ലിം പള്ളി പോലും അറ്റം വരെ കിടക്കുന്ന സ്ഥലമാണ്. മൊത്തം അളന്ന് ഒരു 1.5 വർഷം മുന്നേ ഒരു ഹൈക്കോടതി ഓർഡർ ഉള്ളതാണ് ഈ 19 ഏക്കർ അളക്കാനുള്ളത്. അത് ഇതുവരെ നടപ്പാക്കുന്നില്ല. അത് നടപ്പാക്കാതാണ് അവർ നമ്മുടെ ഈ 2.5 ഏക്കർ അളക്കാൻ വേണ്ടി വരുന്നത്. ഈ 19 ഏക്കർ അളക്കാതെ ഈ 2.5 ഏക്കർ എന്നിട്ട് കാലിൽ ഇതും പുറമേക്ക് തന്നെ കിടക്കണല്ലേ. വലിയ പോലീസ് സന്നാഹത്തോടെയാണ് അഡ്വക്കേറ്റ് ജയപാലനും സംഘവും അടങ്ങുന്ന അഭിഭാഷക കമ്മീഷൻ ഇവിടേക്കെത്തിയത്. എന്നാൽ സമരക്കാരെ ബലം പ്രയോഗിച്ച് മാറ്റണമെന്ന അഭിഭാഷക കമ്മീഷന്റെ ആവശ്യം പോലീസ് നിരാകരിച്ചു. തങ്ങളെ അകത്തേക്ക് പോകാൻ അനുവദിക്കണമെന്ന് വഴിയിൽ വെച്ച് തടഞ്ഞ പ്രതിഷേധക്കാരോട് അഭിഭാഷക കമ്മീഷൻ പറഞ്ഞെങ്കിലും പ്രതിഷേധക്കാർ കൂട്ടാക്കിയില്ല. ഇവിടുത്തെ ഭൂമി അളന്നു തിട്ടപ്പെടുത്തുവാൻ മുൻപ് അഭിഭാഷക കമ്മീഷൻ വന്നപ്പോൾ കമ്മീഷന് നേർക്ക് കയ്യേറ്റ ശ്രമം ഉണ്ടായിരുന്നു. ഏറെ നേരം സ്ഥലത്ത് തുടർന്നെങ്കിലും ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുവാൻ സാധിക്കാതെ അഭിഭാഷക കമ്മീഷൻ മടങ്ങി. നിലവിൽ ഇവിടുള്ള 8 വീടുകൾക്കും വീട്ടു നമ്പറോ പട്ടയമോ ഇല്ല. എന്നാൽ കാലങ്ങളായി ഇവിടെ താമസിക്കുന്ന ഇവർക്ക് ഇവിടം വിട്ടുപോകാൻ വൈകാരികമായി സാധിക്കുകയുമില്ല. ഇടവേളകളില്ലാതെ വരുന്ന അഭിഭാഷക കമ്മീഷൻ ഇവർക്ക് ഇപ്പോഴും നീറുന്ന പ്രശ്നം തന്നെയാണ്. അതിനിടയിൽ സുപ്രീം കോടതി ഇവരെ വീണ്ടും കേൾക്കാം എന്ന് പറഞ്ഞതാണ് ആശ്വസിക്കാനുള്ള ഒരേ ഒരു കാര്യം. അതിനിടയിലും അഭിഭാഷക കമ്മീഷൻ എത്തുന്നു. പ്രതിരോധിച്ചുകൊണ്ട് ഈ ജനം ഈ തെരുവിൽ ഇറങ്ങി നിൽക്കുന്നു. VS രാഹുലിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. 60 വർഷമായിട്ടാണ് ഇവിടെ നിരവധി പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഉപഹർജിയുമായി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ തിരക്കിട്ട ഒഴിപ്പിക്കൽ നടക്കില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. പ്രതികരണങ്ങളിലേക്ക്. 10ാമത്തെ പ്രാവശ്യം അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാസം കഴിഞ്ഞ മാസം 4-ാം തീയതി തുടങ്ങിയത്, അന്ന് 12-ാം തീയതി ആയി. ഇത് 10 ദിവസമായി. അവരാര് പറഞ്ഞാലും അംഗീകരിക്കും. അവർക്ക് പൊളിച്ചാൽ തീരോളെന്ന് അവർ പറയണം. പരിഹാരം വേണം. ഞങ്ങൾ ഇറങ്ങില്ല, കാരണം ഞങ്ങൾ ജനിച്ച് വീണ മണ്ണത്. ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒത്തിരി കഷ്ടപ്പെട്ട് ഞങ്ങളുടെ വീട് വരെ ഇവർ കത്തിച്ച് അന്ന് തുടങ്ങി അവർ ഞങ്ങളെ ദ്രോഹിക്കണതാണ്. ഒരു ശല്യമായിട്ട് തുടങ്ങുക. എൻ്റെ അച്ഛൻ്റെ കാലം മുതലുള്ള ഭൂമിയാണ്. ഞാനൊക്കെ ഇവിടെ ഉണ്ടായ, ഞാൻ ഈ മക്കളിലെ 8ാമത്തെ മക്കളാണ്. ഞാനിവിടുന്ന് ഞങ്ങളുടെ കുടുംബം, എൻ്റെ ആങ്ങളാരുടെ വീടൊന്നും പോകാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കുകയില്ല. സമരമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളിത് മരിക്കാൻ തന്നെ ഞങ്ങളുടെ പാവം, അല്ലാതെ ഞങ്ങളിത് വിട്ടുകൊടുക്കില്ല. അപ്പൂപ്പന്മാരുടെ കാലത്തുള്ളതാണ്. ഇത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. വേറൊരു സ്ഥലം ഞങ്ങൾക്ക് തരില്ല. പിന്നെ ഞങ്ങൾ ഇവരൊക്കെ വാരിക്കെട്ടി അങ്ങോട്ട് പോകും. അതിർത്തിയും കാര്യങ്ങളൊന്നും അറിയാതെയാണ് കഴിഞ്ഞ തവണ ലാസ്റ്റ് വന്ന് അതളന്നിട്ട് പോയത്. ഇപ്പം ഈ അന്ന് വെച്ചാൽ അളക്കണം എന്നുള്ള രീതിയിൽ വന്നിട്ട് പോയി ഉണ്ടായിരുന്നു തോന്നുന്നു. ഇവിടെ ഈ റോഡിൻ്റെ നടുക്കിക്കൂടെയൊക്കെയാണ്
റോഡിൻ്റെ നടുക്കിൽ കൂടെയാണ് അളവും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് പോയത്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങൂല. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഞങ്ങളെല്ലാവരും കൊല്ലണം. കൊന്നിട്ട് അയാൾ ഇവിടേക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ മണ്ണിലേക്ക് കയറാൻ പറ്റില്ല.